അതെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ തെങ്ങണക്കാരുടെ സ്വന്തം ചായവേല കേട്ടോ. നല്ല മഴയത്ത് ദേ ചായ കുടിക്കാനുള്ള മുഖത്തെടുത്ത് ഓടി ചായവേലയിലേക്ക് വന്നത്. ദാണ്ട് അവിടെ ഒരു സീറ്റ് ഇരിപ്പുണ്ട്. പൊന്നു ചേട്ടാ ഒന്ന് മാറി ചേട്ടൻ ചേട്ടനെ തള്ളിയിട്ടിട്ട് ഞാൻ അവിടെ വന്നിരുന്നു. ആഹാ, പുറത്തെ ആംബിയൻസ് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല മഴയത്ത് നല്ല പച്ചപ്പ് ഇങ്ങനെ ദൂരോട്ട് നോക്കിയിരിക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ചായ കിട്ടാതെ വിഷമത്തിൽ ഞാൻ ദേ കാലും കുലുക്കി കാലും കുലുക്കി കാലും കുലുക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പം ചായ വരും ഇപ്പം ചായ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ദേ ചേട്ടൻ്റെ ചായ കൊണ്ടുവച്ചിരിക്കുന്നു. ഞാനിതാ ചായ എടുക്കുക കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. നോക്കി നല്ല അടിപൊളി ചൂടുള്ള ചായ, നല്ല പതയുള്ള ചായ. ഞാൻ ചായ എടുത്തിട്ട് ഒരു നുള്ള് എൻ്റെ വായിലേക്ക് എത്തിവെച്ചു. ആഹാ, എന്ത് ടേസ്റ്റാണ്. പക്ഷേ ഞാൻ എക്സ്പ്രഷൻ എടുത്തില്ല കേട്ടോ. ഏത് എക്സ്പ്രഷനിലും ഞാൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രത്യേകതര കപ്പാസിറ്റി എനിക്ക് തന്നിട്ടുണ്ട്. നല്ല ചായ, ഈ തണുപ്പും ഈ മഴയത്തും ആ പച്ചപ്പിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഒരുപാട് നാളത്തേക്ക് ശേഷം കേട്ടോ ഈ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തോ ഈ ചായക്കൊരു പ്രത്യേക രുചിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വേറെ കുറച്ച് എഴുത്തും വായന പരിപാടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വേറെ പണിയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ പഠിക്കാനൊരു മൂഡ് കിട്ടും. വീട്ടിലിരുന്നാൽ പഠിക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ കുറച്ചോടെ എഴുതിയിട്ട് വീണ്ടും ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി. നല്ല ചായ. ഹാ ഹാ ഹാ, നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. അതിനുശേഷം ഞാൻ പുറത്തെ കാഴ്ച കാണും കേട്ടോ. എനിക്ക് കാഴ്ച കണ്ടുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക സുഖവും കിട്ടുന്നുണ്ട് കേട്ടോ.